പുതിയ കേരളം, പുതിയ വായന, പുതിയ മനോരമ. മാറ്റത്തിന്റെ രുചി അറിഞ്ഞു വായിക്കാം നമ്മുടെ സ്വന്തം മലയാള മനോരമ. വരഫലം ലോട്ടറി ബമ്പ അടിച്ചു 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 മോട്ടർ അടിച്ചു പോയി. മോട്ടർ ഓൺ ആക്കിയിട്ട് ഇവിടെ വന്ന് എന്തെടുക്കുമായിരുന്നു? യോ ഞാനങ്ങ് മറന്നുപോയി, മതി മറന്നിരുന്നു പോയി. ആ മണന്നു പോയി. കിണറ്റിലെ വെള്ളം പറ്റി മോട്ടർ അടിച്ചു പോയി. എടി നീ അത് വിട്. നീ അറിഞ്ഞോ, ആ എനിക്ക് ലോട്ടറി അടിച്ചു. നിങ്ങക്ക് ലോട്ടറി അടിച്ചത്? ലോട്ടറി അടിച്ച? ആ 50 ലക്ഷം രൂപ. 50 ലക്ഷം രൂപ. നിക്കടി. എനിക്കല്ലേ ലോട്ടറി അടിച്ചത്, ഞാനല്ലേ ബോധം കെടേണ്ടത്. നീ എന്തിനാണ് ഈ ബോധം കെടുന്നത്? അത് കൊള്ളാം. അയ്യോ മനുഷ്യനെ, ഈ പണമെല്ലാം കൊണ്ട് നിങ്ങൾ എന്തോ ചെയ്യുന്നേ? ഈ പണമെല്ലാം കൂടെ ഞാൻ കട്ടിലങ്ങ് വാരി വിതറും, എന്നിട്ട് അതിന്റെ പുറത്ത് മലതങ്ങ് കിടക്കും. എടി ഈ പണം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് സാധിച്ചുകൂടെ? നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, ഞാൻ സാധിച്ചു തരും. സാധിച്ചു തരും. നമ്മുടെ വീട്ടിന് ചുറ്റും മതില് കെട്ടി പൂച്ച, പട്ടി, ആട്, എരുമ, പോത്ത് എന്ന് വേണ്ട എല്ലാം കൊണ്ടങ്ങ് നിറയ്ക്കണം. എന്ത് രസമായിരിക്കും ഇത്. എന്നാലേ നമുക്ക് തിരുവനന്തപുരത്തെ കാഴ്ച ബംഗ്ലാവ് കൂടി അങ്ങ് വാങ്ങിക്കാം. ഇപ്പോഴത്തെ പറയുന്നേ എടി, ഇത്രയും പണം കിട്ടിയാൽ നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാം. നമുക്ക് ആഘോഷിച്ചൂടെ? ഈ ചെറുപ്പക്കാർ പിള്ളേർ പറയുന്ന പോലെ നമുക്ക് അങ്ങ് അടിച്ചു പൊളിക്കാം. യോ 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 ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടി. എന്തിനാ? ഇവിടെ ഒരു കാര്യം പറയട്ടെ. എന്തുവാന്ന്? നമുക്ക് ഹണിമൂണിന് പോയാലോ? ചെറുപ്പക്കാര് പിള്ളേര് പോകുന്നതാ ഹണിമൂണ്. എടി അങ്ങനെ ഹണിമൂണിൽ അങ്ങനെ പ്രായ വ്യത്യാസം ഒന്നുമില്ല, ആർക്കും എപ്പം വേണമെങ്കിലും പോകാം. നമ്മൾ ഇതുവരെ കല്യാണം കഴിച്ചിട്ട് ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ. അതുകൊണ്ട് നീ പറ, നിനക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം ഹണിമൂണിന് പോകാൻ. നീ പറ പറ പറ. കൊണ്ടുപോവാ. എന്നാലേ നമുക്ക് കുരിശുമല പോവാം. കുരിശുമല ഹണിമൂണിന്? ഓ എന്റെ ദൈവമേ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ കൊണ്ട് പോയാൽ മതിയെന്ന്. അല്ല, വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോകാൻ മതി. അത് ചേട്ടൻ പറയാതെ എവിടെ പോകും? എന്നാ പിന്നെ നമുക്ക് ഊട്ടി പോയാലോ? അയ്യോ ഊട്ടി വേണ്ട, സൗദാവിനെയും കൊണ്ട് ഒരിക്കൽ പോയതാ. അല്ല, ഊട്ടിയിൽ നല്ല സൗകര്യങ്ങൾ ഉണ്ടെന്ന് പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞാന്നോ? ഊട്ടി വേണ്ട ചേട്ടാ. അതെന്താ ചേട്ടാ? അവിടെ ഭയങ്കര തണുപ്പാ ചേട്ടാ. അതല്ലേ നല്ലത്. എനിക്ക് വലുവിന്റെ അസുഖമുള്ളതല്ലേ. അയ്യോ വേണ്ട, എന്നാ പിന്നെ അവിടെ ചെന്ന് വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. ചേട്ടൻ വേറൊരു സ്ഥലം പറഞ്ഞു. വേറെ സ്ഥലം പറയണം? എന്നാ പിന്നെ നമുക്ക് പോകാൻ പറ്റിയൊരു സ്ഥലമുണ്ട്, ഗോവ. ഗോവയല്ല? എടി ഗോവയിൽ പോയ ഒരു നേട്ടമുണ്ട് കേട്ടോ. നമുക്ക് രണ്ടുപേർക്കും ബെർമൂഡയും ടീഷർട്ടും ഇട്ടോണ്ടങ്ങ് നടക്കാം. എനിക്ക് നാണമാവുക. എന്തോത്തിന്? ബെർമൂഡയും ടീഷർട്ടും ഇട്ടുകൊണ്ട് നടക്കാനാ? വലിയ പിള്ളേരൊക്കെ ഉള്ള ഞാനാണ് ഇതെല്ലാം കൂടെ വലിച്ചേറ്റി ഇട്ടുകൊണ്ട് നടക്കുന്നത്. എടി പിള്ളേരെയും കൊണ്ടാണോ നമ്മൾ പോകുന്നത്? നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കല്ലേ പോകുന്നത്? അത് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. എന്തോന്ന് സംശയം? വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഇട്ടോണ്ട് പോകണോ? എന്തോന്ന്? ബെർമൂഡയും ടീഷർട്ടും. ഓ എന്റെ പൊന്നെ, വീട്ടിൽ നിന്ന് പോകുമ്പോഴേ ഇടണ്ട. നമ്മൾ രണ്ടുപേരും ഗോവയിൽ ചെല്ലും, കടപ്പുറത്ത് ചെന്നിട്ട് ബീച്ചിൽ ചെന്നിട്ട് അവിടുത്തെ മദാമ്മമാരും സായിപ്പുമാരും ഒക്കെ ഇടുന്ന പോലെ നമ്മൾ ബർമൂഡയും ടീഷർട്ടും ഒക്കെ ഇട്ട് കടപ്പുറത്ത് ഇങ്ങനെ അടിച്ച് ഒളിച്ച് രസിച്ച് നടക്കൂടി ഗോവയിൽ. ഗോവ 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 ടീഷർട്ടും ഇട്ടോണ്ട് ഗോവ ഗോവ, ബെർമൂഡ ഇട്ടോണ്ട് ഗോവ ഗോവ, ഇത് രണ്ടും ഇട്ടോണ്ട് പോവാം പോവാം, ഇത് രണ്ടും ഇട്ടോണ്ട് പോവാം പോവാം. എവിടെ? ഗോവയ്ക്ക്. ഗോവയ്ക്കോ? അതെ, ഞാൻ അത്യാവശ്യമായിട്ട് ടൗണിൽ വരുന്നു, പോയിട്ട് വരട്ടെ. ഇപ്പൊ എന്തിനാ ടൗണിൽ പോന്നെ? എടി ലോട്ടറി എടുക്കണ്ടേ? എന്നാലല്ലേ മെമ്പർ അടിക്കൂ. ലോട്ടറി എടുക്കണ്ടേ? ലോട്ടറി എടുത്തില്ല. ഇല്ല. ബെമ്പർ അടിച്ചതുമില്ല. ഞാനൊരു സ്വപ്നം കണ്ടത് നിന്നോടൊന്ന് പങ്കുവെച്ചതാ. അയ്യോ, അല്ലാതെ അങ്ങ് കൊതിപ്പിച്ച്. ഹണിമൂണ് ഗോവ. നിങ്ങളെ ഞാൻ
നാളെയാണ് നടക്കുന്നത്. നാളെയാണ് കേരള ഭാഗ്യക്കുറി 50 ലക്ഷം ഇന്നോവ കാറ്.